ഒരാൾ രാത്രി കുറേ വൈകി ഭക്ഷണം കഴിച്ചു, പിന്നീടാണ് സുബഹിക്ക് ശേഷമാണ് ഭക്ഷണം കഴിച്ചത് എന്നറിയുന്നത്. എന്നാൽ അത് പെശകാണ്. അങ്ങനെ ഇനി അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ഇനി നോമ്പുകാരെപ്പോലെ പിടിച്ചു നിൽക്കണം. അവനും നിർബന്ധമാണ് പിടിച്ചു നിൽക്കൽ. അതേപോലെ തന്നെ രാത്രി ഒരാൾ നിയ്യത്ത് ചെയ്തില്ല, രാത്രി നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയി. ഇനി എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഞാൻ നിയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നോമ്പുകാരനല്ലല്ലോ എന്നുള്ള രീതിയിൽ റമളാൻ മാസത്തിൽ അവന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, റമളാൻ മാസത്തെ നോമ്പ് വേറൊരു ദിവസം ഖളാ വീട്ടുമ്പോഴാണ് ഇത് സംഭവിച്ചെങ്കിൽ അത് യാതൊരു കുഴപ്പമില്ല, വീണ്ടും അവന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. റമളാൻ മാസത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയായി നാം ഇത് കാണുകയാണ്. കാരണം റമളാൻ മാസത്തെ നോമ്പ് ഒരാൾ ഖളാ വീട്ടുകയാണ്. ഖളാ വീട്ടുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു, നോമ്പ് മുറിയുകയും നോമ്പ് മുറിക്കേണ്ട ആവശ്യം വരികയും ചെയ്താൽ ഇനി അവർ നോമ്പുകാരെ പോലെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം റമളാൻ്റെ പുറത്തായി എന്നുള്ള നോമ്പ് റമളാൻ മാസത്തെ നോമ്പാണെങ്കിലും റമളാൻ മാസത്തിലല്ല എന്നാണ് അതിൻ്റെ കാരണം. റമളാൻ മാസത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത് ഹുർമത്തുൽ വക്തി എന്നാണ്. ആ സമയത്തിന് വലിയ ഹുർമത്തുണ്ട്. റമളാൻ മാസം എന്ന് പറയുന്നത് ഭക്ഷണ പാനീയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത സന്ദർഭമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായി രാത്രി നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും പെശക് സംഭവിച്ചു പോയി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ്. അതിൽ ഹുർമത്തുൽ വക്തി, ഈ റമളാൻ മാസം എന്ന് പറയുന്ന ഈ മാസത്തിനൊരു പവിത്രതയുണ്ട്. വലൈസൽ മുംസികു ഫി സൗമിൻ ശറഇയ്യൻ, ഈ ആൾ ശറഇയ്യ രീതിയിൽ നോമ്പിനൊന്നുമല്ല, നോമ്പുകാരനൊന്നുമല്ല, പക്ഷേ നോമ്പുകാരെ പോലെ നിൽക്കുന്നത് കൊണ്ട് ലാക്കിന്നോ യുസാബു അലൈഹി, അവനതുണ്ട് പുണ്യം കിട്ടും. ഇഷ്ടംപോലെ അള്ളാഹു ഔദാര്യവാനാണല്ലോ, കാരുണ്യവാനാണല്ലോ, അള്ളാഹുവിന് പുണ്യം നൽകും തീർച്ചയാണ്. മറ്റൊരു ദിവസം ഖളാ വീട്ടേണ്ടി വന്നാൽ പോലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിർബന്ധമായും നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കാൻ നിർബന്ധമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ പിടിച്ചു നിൽക്കൽ, നോമ്പുകാരെ പോലെ നിൽക്കാൻ നിർബന്ധമായ മറ്റൊരു സന്ദർഭമുണ്ട്. ചെറിയ കുട്ടികൾ അവർ നോമ്പുകാരായി പ്രായപൂർത്തിയായി, ചെറിയ കുട്ടികൾക്ക് നോമ്പുകാരായിക്കൊണ്ടാണ് പ്രായപൂർത്തിയായതെങ്കിൽ അവർക്കും പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ്. അവർ ഖളാ വീട്ടിൽ സുന്നത്താണ് എന്നും പണ്ഡിതന്മാർ പറയും. ഖളാ വീട്ടിൽ സുന്നത്തേ ഉള്ളൂ. ഒരു കുട്ടി പ്രായപൂർത്തിയായത് റമളാൻ്റെ പകലിലാണ്, എന്നാൽ നോമ്പുകാരനായി പ്രായപൂർത്തിയായി എന്നതുകൊണ്ട് ഇനി അവന് പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നേരെ മറിച്ച് ഇനി സുന്നത്താണ് പിടിച്ചു നിൽക്കൽ, അങ്ങനത്തെ ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളും കൂടി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാര്യം വ്യക്തമാകും. പണ്ഡിതന്മാർ തന്നെ പറയട്ടെ, വലൗ തഹറത്തുൽ ഹൈദ് ഫി അസ്നാഇൻ നഹാർ അംസകത് നദ്ബൻ വഖളത് ഹത്മൻ, ഒരു ഹൈലുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആ സ്ത്രീകൾ പകലിൻ്റെ ഹൈലുകാരികൾക്ക് നോമ്പ് നോൽക്കൽ ഹറാമാണ്. ഈ നോമ്പ് നോൽക്കൽ ഹറാമായ ഒരു സ്ത്രീയുടെ ഹൈല് ഉച്ചയോടുകൂടി മുറിയുകയും ശുദ്ധിയാവുകയും ചെയ്താൽ ഇനി ബാക്കി സമയം അവൾ എന്ത് ചെയ്യണം? അവൾ നോമ്പുകാരെ പോലെ നിൽക്കണം എന്നില്ല. അവൾക്ക് അത് പിടിച്ചു നിൽക്കൽ, നോമ്പുകാരെ പോലെ നിൽക്കൽ സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ല. ഖളാ വീട്ടൽ നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി സുന്നത്തായ പിടിച്ചു നിൽക്കൽ സുന്നത്തായ വേറെയും കുറേ സന്ദർഭങ്ങളുണ്ട്. അതിൽ പെട്ടൊന്നാണ് വലോ ഖദിമൽ മുസാഫിറു, ഒരു യാത്രക്കാരൻ യാത്ര അവസാനിച്ച് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഔ ബരിയൽ മരീദു, അല്ലെങ്കിൽ രോഗിയായ മനുഷ്യൻ അവൻ്റെ രോഗം പൂർണ്ണമായി ശമനം വരികയും ഈ ഒരു രീതിയിൽ അവന് പകലിൻ്റെ സമയത്ത് ഇവൻ യാത്രക്കാരൻ വരികയോ അല്ലെങ്കിൽ രോഗം മാറുകയോ ചെയ്താൽ വഹുമാ മുഫ്തിറാൻ, അവർക്ക് രണ്ടാൾക്കും നോമ്പില്ല. കാരണം യാത്രക്കാരനാളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, രോഗിയാണല്ലോ, രോഗികൾക്ക് നോമ്പ് നിർബന്ധമല്ലല്ലോ. അതുകൊണ്ട് രണ്ടാൾക്കും നോമ്പില്ലാത്ത അവസ്ഥയിൽ അവർ രോഗം സുഖമാവുകയോ അല്ലെങ്കിൽ യാത്ര അവസാനിക്കുകയോ ചെയ്താൽ അംസക്കാനതുബാ, അവർ പിടിച്ചു നിൽക്കൽ സുന്നത്തോളം നിർബന്ധമില്ല. വഖളയ ഹത്മൻ, അവർ രണ്ടുപേരും ഖളാ വീട്ടണം, അത് നിർബന്ധമാണ്. കാരണം ഖുർആൻ പറഞ്ഞല്ലോ, ഫമൻകാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ, യാത്രക്കാരാണെങ്കിൽ അല്ലെങ്കിൽ രോഗികളാണെങ്കിൽ അവർക്ക് നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല എന്ന്. നേരെ മറിച്ച് ഇവർ നോമ്പുകാരായിക്കൊണ്ടാണ് വന്നതെങ്കിലോ അംസക്കാന ഹത്തുമ, നിർബന്ധമായി ഇവർ പിടിച്ചു നിൽക്കണം. ഗൾഫിൽ നിന്നൊരാൾ വന്നു, വരുമ്പോഴേ വീട്ടിലെത്തുമ്പോൾ നോമ്പുകാരനായിക്കൊണ്ടാണ് വന്നത്, വീട്ടിലെത്തുമ്പോൾ നോമ്പുകാരനാണ്. വീട്ടിൽ നിന്ന് പറഞ്ഞു ഇനി നോമ്പ് മുറിക്കാൻ പറ്റുമോ, ഉമ്മ നിർബന്ധിക്കും, യാത്രക്കാരല്ലേ എന്ന്. പക്ഷേ അവനിനി നോമ്പ് മുറിക്കൽ ഹറാമാണ്, നോമ്പ് മുറിക്കാൻ പാടില്ല, നോമ്പുകാരെ പോലെ തന്നെ നിൽക്കണം. ഒരു രോഗി അവൻ നോമ്പുകാരനാണ്,
പക്ഷെ രോഗം ഇപ്പം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവന് ഈ നോമ്പ് മാറിയത് കൊണ്ട് അവൻ തീർച്ചയായും ഇവൻ്റെ രോഗം മാറിയത് കൊണ്ട് ഇനി ഞാൻ നോമ്പുകാരെ പോലെ തന്നെ നിൽക്കണം. നോമ്പുകാർ ചെയ്യുന്നതേ പോലെ അഥവാ ഇനി ഭക്ഷണപാനീയങ്ങൾ അവന് പാടില്ല. ഈ 2 കാര്യവും കൂടി നമ്മളിവിടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ സുന്നത്തായി പിടിച്ചു നിൽക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, നിർബന്ധമായും പിടിച്ചു നിൽക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. കോവിഡ് ടെസ്റ്റിന് വിധേയമായ ആളുകൾ അവർ നിർബന്ധമായും ആ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം വെള്ളം കുടിക്കാനോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. നിർബന്ധമായും അവർ നോമ്പുകാരെ പോലെ തന്നെ നിൽക്കണം. അതിന് പ്രതിഫലമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു തആല ദീൻ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.